പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യ മക്കളെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് അവൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് വെളിപ്പെടുത്തിയ ദൈവമാണ്. അത്രമാത്രം ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. സ്വന്തം പുത്രനെ പോലും നൽകിക്കൊണ്ടുള്ള സ്നേഹം ഇപ്പോഴും ദിവ്യകാരുണ്യത്തിലൂടെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം പകർന്നു കൊടുക്കുന്നത് മനുഷ്യർക്കാണ്. കരുണയോടെ അവൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതും മനുഷ്യനെ തന്നെയാണ്. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും തൻ്റെ കരുണയുടെ ആ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹിക്കുകയാണ്. പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 വചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ഈ സ്നേഹവും കരുണയും എത്രമാത്രമാണ് നമുക്ക് പകർന്നു തരുന്നത് എന്നതാണ് നാം കാണുക. നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നതാണ് പൗലോസ് അപ്പസ്തോലൻ ഈ കരുണയെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് വിവരിച്ച് തരുന്നത്. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒന്നും നമുക്ക് വേർതിരിച്ച് കാണുവാനായിട്ട് സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ, ദൈവപുത്രനായ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മനുഷ്യനോടുള്ള അനുകമ്പയുമെല്ലാം ഒന്നായി തീരുകയാണ്. അതിലൂടെയാണ് കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കർത്താവിൻ്റെ ഈ സ്നേഹം, കർത്താവിൻ്റെ ഈ കരുണ, അതായത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അവന് നമ്മോടുള്ള സ്നേഹവും കരുണയുമൊക്കെ അനന്തമാണ്. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. മനുഷ്യരോട് ഇത്രമാത്രം സ്നേഹത്തോടെ കരുണയോടെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് ഈ കൃപയുടെ തിരുമണിക്കൂറിൽ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കരുണയുള്ള സ്നേഹം, ആ സ്നേഹമെന്ന് പറയുന്നത് രക്ഷിക്കുന്ന സ്നേഹമാണ്. മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും കാൽവരിയുടെ വിരിമാറിൽ പൂർണ്ണമായ സമർപ്പണത്തിലൂടെ, കുരിശുമരണത്തിലൂടെ അവൻ നമ്മുടെ രക്ഷയായി മാറിയപ്പോൾ ഈ ലോകത്തിലെ എല്ലാ പാപങ്ങളുടെയും പരിഹാരമായിട്ടാണ് അവൻ്റെ കുരിശിലെ മരണം നമുക്ക് ലഭിച്ചത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ കരുണ, കർത്താവിൻ്റെ ഈ സ്നേഹം കുരിശിലെ മരണം വഴി നമുക്ക് രക്ഷയായി മാറിയപ്പോൾ ദൈവം തൻ്റെ സ്നേഹം തൻ്റെ പുത്രനിലൂടെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പകർന്ന് തരികയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സ്നേഹവും കരുണയും ഒരിക്കലും അസ്തമിക്കുന്നില്ല.
എല്ലാ പ്രഭാതത്തിലും പുതിയതായ സ്നേഹം, ഇന്നലകളെപ്പറ്റി ചിന്തിക്കാത്ത സ്നേഹം. നമ്മുടെ ഭൂതകാലത്ത് ഒരുപക്ഷെ നമ്മൾ വളരെയേറെ പാപങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ദൈവം അതൊന്നും ഇന്ന് വലിയ കാര്യമായി പരിഗണിക്കുന്നില്ല. അതിലുമൊക്കെ അപ്പുറം ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും പുതിയൊരു സൃഷ്ടിയായി നമ്മെ കണ്ടുകൊണ്ട് പുതിയ സ്നേഹം നമുക്ക് പകർന്നു തരുന്നു. പ്രിയമുള്ളവരെ, ഈ കരുണ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കരുണ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്, നീതിമാന്മാരെയല്ല പാപികളെ തേടി വന്നവനാണ് ക്രിസ്തു. പാപികളായ നമ്മളെ തേടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നഷ്ടപ്പെട്ടു പോയവരെ തോളിലേറ്റിക്കൊണ്ട് തിരികെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ കൃപയുടെ മണിക്കൂറിൽ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ, പാപം മൂലം പാപ സാഹചര്യങ്ങളിൽ പെട്ടുഴലുന്ന നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നഷ്ടപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും തൻ്റെ തോളിലേറ്റിക്കൊണ്ട് വരുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ തിരുമുഖം അവൻ്റെ തോളിലേറ്റപ്പെട്ടിരിക്കുന്ന പാപികളായ നമുക്ക് ഏറ്റവും അടുത്തുനിന്ന് കാണുവാനായിട്ട് സാധിക്കും. പാപികളായ നമ്മൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ധൂർത്തപുത്രനെ ഒരാലിംഗനത്തോടെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആ പിതാവിൻ്റെ സ്നേഹം, അതെ, ഈ കൃപയുടെ തിരുമണിക്കൂറിൽ ഈശോ നമ്മളിലേക്ക് ഒഴുക്കുന്നത് അത്രമാത്രം സ്നേഹിക്കുന്ന ആ വലിയ ആലിംഗനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. പാപികളെ ചേർത്ത് പിടിക്കുന്ന ദിവ്യ കാരുണ്യമായ ഈശോയോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും ഈ കരുണയുടെ തിരുമണിക്കൂറിൽ. എല്ലാ പാപികൾക്കും വേണ്ടി കുരിശിൽ മരിച്ച് കൃപയായി രക്ഷ പകർന്നു നൽകിയവനാണ് നമ്മുടെ ദൈവം. ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നും ഒരകൽച്ചയുണ്ടായേക്കാം, മറ്റുള്ളവർ പാപികളെ അകറ്റി നിർത്തിയേക്കാം, തിരസ്കരിച്ചേക്കാം. എന്നാൽ എല്ലാ പാപികളെയും ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പാപികൾക്ക് വലിയ പ്രത്യാശ നൽകുന്ന, നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോഴും ഇല്ല, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം, ആ രക്ഷ, ആ കൃപ, ആ അഭിഷേകമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈശോ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ അവയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുകയോ ചെയ്യാത്ത ഒരു ദൈവം. അവൻ്റെ സ്നേഹമെന്ന് പറയുന്നത് എല്ലാ മാത്തമാറ്റിക്കൽ ഫോർമുലാസും മറന്നുപോകുന്ന ഒരു സ്നേഹമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ എത്ര പ്രാവശ്യം, എപ്രകാരം, എങ്ങനെ എന്നൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുന്നൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ഈശോയുടെ ജീവിതത്തിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാ മാത്തമാറ്റിക്കൽ ഫോർമുലാസും അവൻ മറന്നുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. അതൊരു മറവിയല്ല, സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ
സ്നേഹിക്കുന്നവരുടെ തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളും ആ സ്നേഹാധിക്യത്താൽ മാറ്റി നിർത്തുന്ന ഒരനുഭവമാണ്, ചേർത്ത് പിടിക്കുന്ന ഒരനുഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാനാണ്. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വചനത്തിൽ കാണുന്നത്. ലോകത്തെ ശിക്ഷിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ കടന്നു വന്നിരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഈശോ തന്നെ പറഞ്ഞൊരു വചനമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വചനം, നീതിമാന്മാരെയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. കർത്താവിൻ്റെ ഈ സ്നേഹം നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കാം. കർത്താവിൻ്റെ ഈ കരുണ നമ്മളിലേക്ക് ഒഴുക്കണമേ എന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കാർലോ അക്യൂറ്റിസ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: ദൈവമേ, കെട്ടിപ്പിടിക്കുവാൻ ഒരു സക്രാരിയും പൊട്ടിക്കരിയുവാൻ ഒരു കുമ്പസാരക്കൂടുമുള്ളപ്പോൾ ഞാൻ നിന്നിൽ നിന്നെങ്ങനെ ഓടിയകലും. കെട്ടിപ്പിടിക്കുവാൻ ഒരു സക്രാരി, ആ സക്രാരിക്കുള്ളിൽ സ്നേഹമായി കരുണയായി ഒരു ദൈവം, എങ്ങനെ ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ഓടിയകലുവാനായിട്ട് സാധിക്കും? ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടും തിന്മയിൽ വസിച്ചിട്ടും ദൈവത്തിനെ ദ്രോഹിച്ചും ദൈവത്തിനെതിരായി പ്രവർത്തിച്ചിട്ടും പൊട്ടിക്കരയുവാൻ ഒരു കുമ്പസാരക്കൂടുണ്ടെങ്കിൽ എങ്ങനെ ഈ ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈ ആത്മീയ ശുശ്രൂഷയോടുകൂടെ ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹത്തിനു വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെ മേൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണ വർഷിക്കണമേ. അവർ പലരും രോഗികളാണ്. കർത്താവെ, നീ ഒന്ന് തൊട്ടാൽ അവർ സൗഖ്യം പ്രാപിക്കും. വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. കർത്താവെ, കുരിശിൽ എല്ലാ വേദനകളും ഏറ്റെടുത്തവനെ, വേദനകളിൽ ആശ്വാസമായി, മുറിവുകൾ വെച്ച് കെട്ടുന്നവനായി, വ്രണങ്ങൾ സൗഖ്യപ്പെടുത്തുന്നവനായി, മനുഷ്യരുടെ കൂടെ വസിക്കുന്നതിനായി ദിവ്യകാരുണ്യത്തിലൂടെ കടന്നു വരുന്ന ഈശോയെ, എല്ലാവർക്കും സൗഖ്യമായി, ആശ്വാസമായി, കൃപയായി, അഭിഷേകമായി നീ എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നമുക്ക് ഈ ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടീൻസ് റിട്രീറ്റിനെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും